വെൽക്കം ബാക്ക് അഗൈൻ. ഷർഫാണ്. ഉള്ളത് കോഴിക്കോട് മാർക്കറ്റിലാണ്, സെൻട്രൽ മാർക്കറ്റിൽ. ഇന്നെന്താ സംഗതി എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ ഒരു വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോകണം. അത് നമ്മളെ കോഴി വണ്ടിയിൽ. നമ്മളെല്ലാവരും കോഴി വാങ്ങുന്ന ആൾക്കാരാണ്. ഇത് എവിടെ നിന്നാണ് വരേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വീട്ടിലേക്ക് എത്തേണ്ടത്, നമ്മൾ വാങ്ങുന്ന കടയൊക്കെ എങ്ങനെയാണ് എത്തേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ്. എന്നിട്ട് അവിടെ നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് എത്തും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും നമ്മൾ കോഴി പിടിച്ച് ബോക്സിലാക്കിയിട്ട് എന്നിട്ട് നേരെ കോഴിക്കോട്ടിങ്ങനെ തിരിച്ച് വന്നിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കോഴിക്കോട് ടൗണിൻ്റെ ഉള്ളിൽ കുറച്ച് ഏരിയയിൽ ഇങ്ങനെ സപ്ലൈ ചെയ്യും. അതാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കാൻ പോകുന്നത്. നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഇഷ്ടംപോലെ ഫാമുകളുണ്ട് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഫാമുകളുണ്ട്. അപ്പോൾ ആ ഫാമിൽ നിന്നൊക്കെ പിടിച്ചിട്ടാണ് സാധാരണ ഈ വണ്ടിക്കാർ ഇവിടെ സപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ തമിഴ്നാട് പോകാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ കോഴി കുറവാണെന്ന് പറഞ്ഞ്, പ്രത്യേകിച്ച് ഇവിടെ കോഴിക്ക് വില കൂടുന്ന സമയത്തൊക്കെ തമിഴ്നാട്ടിൽ കയറിയിട്ട് അവിടെ നിന്ന് പോയി വാങ്ങിക്കൊണ്ടുവരും. അപ്പോൾ വണ്ടിയിൽ ഫുൾ ലോഡ് കയറ്റി കഴിച്ചിട്ടോ. ഇനി നമ്മൾ നേരെ തമിഴ്നാട്ടിലോട്ട് പോവാണ്. കൂടെ വരുന്ന ആൾക്കാർ ഒരു മണിപ്പൂരിൽ നിന്നുള്ളതാണ്. ഒരാൾ മലയാളം സംസാരിക്കുകയും ചെയ്യും, ഒരാൾക്ക് നല്ലോണം മലയാളം മനസ്സിലാവുകയും ചെയ്യും. Uncle driver ke mana umpan hai? Kasar ke uncle driver ke mana umpan? Special driver, heavy driver. Noke. ഷാറുഖ് ഖാൻ, മാഷാ അല്ലാ, അത് കണ്ട ചെക്കൻ്റെ സിക്സ് പാക്ക്. അടുത്ത സിക്സ് പാക്ക് ഇറങ്ങി. പൊള്ളാച്ചി ടൗൺ എത്തുന്നതിന് മുന്നുള്ളൊരു ഫാമിലെത്തിയത്. മാഷാ അല്ലാ, നല്ല അടിപൊളി സ്ഥലത്താണ് ഈ ഫാം എടുക്കേണ്ടത് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല വൈബുള്ള ഏരിയയിലാണ്. അതൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം സമയം 6 മണി കിട്ടും. തെങ്ങുംതോപ്പിൻ്റെ അടിയിൽ ഇതാ 1-2 ഷെഡുണ്ട്. അതിൻ്റെ നേരെ അങ്ങേപ്പുറത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിലുള്ള ആൾക്കാരുടെയായിരിക്കും ഈ മൊത്തം സ്ഥലവും ഈ ഷെഡും കാര്യങ്ങളും. അപ്പോൾ ഇതിലൊക്കെ കോഴി ഇറക്കിയിട്ട് അതേപോലെ കൃഷി ചെയ്തിട്ട് ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവർ ജീവിക്കേണ്ടത്. മാഷാ അല്ലാ, നമ്മുടെ നാട്ടിൽ അതേ രൂപത്തിലുള്ളൊരു മണ്ണൊക്കെയാണ് ഇവിടെ കാണുന്നത്. പൊതുവേ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു മണൽ കലർന്ന മണ്ണ് കാണുന്നുണ്ട്, ഇവിടെ ഒന്നും കാണില്ല. അതേപോലെ കണ്ടില്ല, ഈ ടാങ്ക് ചൂടില്ലാതിരിക്കാൻ വേണ്ടി പട്ടെന്തോ അതിൻ്റെ മുകളിൽ ഇരിച്ചിക്കണം. പട്ടയാണോ ഓലയാണോ? ഓല. ഒരു ട്രാക്ടറുണ്ട് ഇവിടെ. അത് പശുവിൻ്റെ തൊഴുത്തുണ്ട്, ഷെഡുണ്ട്, വണ്ടികളൊക്കെ നിർത്തിയിടാനും എല്ലാ സംഗതികളും വെക്കാനും. അതേപോലെ ഒരു ഫൈറ്റർ ചിക്കൻ. നല്ല ഇണക്കമുള്ളതാണെന്നുണ്ട്. എന്തൊക്കെയാണ് സംസാരിക്കണ്ട കേട്ടോ എന്നോട്. ഹായ്. കാലാവസ്ഥ കണ്ടില്ല, സൂര്യനൊക്കെ അസ്തമിച്ച് മൊത്തത്തിൽ ഇരുടായി. നമ്മളെ നാട്ടിലൊക്കെ അധികം വ്യക്തികളല്ലേ ഈ കോഴി ബിസിനസ് ചെയ്യൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഫാം അധികം വലിയ വലിയ കമ്പനികൾ നേരിട്ട് നടത്തേണ്ട ഫാമുകളുള്ളത്. അതായത് ഒരു കമ്പനിക്ക് തന്നെ ഒരു 1000കണക്കിന് ഫാം ഉണ്ടാവും. അത് എന്നിട്ട് ഓരോ സൂപ്പർവൈസർമാരെ വെച്ചിട്ടാണ് ഇവർ നടത്തൽ. ഇല്ല, ഒരു വിരലിൽ തന്നെ ഇങ്ങനെ കോർത്ത് വെച്ചിട്ടാണ്. കണ്ടില്ല അവൻ്റെ വിരലിൽ. ഇവിടെ എത്ര കോഴിയുണ്ട്? 13. പിന്നെ കയ്യിൻ്റെ വിരലിൻ്റെ ഉള്ളിൽ കോർത്ത് വെക്കേണ്ടത് കാണാൻ നല്ല രസമാണ്. കണ്ടില്ല. കണ്ടില്ല ഓരോ വിരലിൻ്റെ ഉള്ളിൽ. കാട്ടിയാ കയ്യും കാട്ടിയാ ജസ്റ്റ് ഒന്ന് കാട്ടി. ഇങ്ങോട്ട് തിരി. അയ്യോ മാഷാ അല്ലാ. ആ 2 പേർ കയ്യിലായിട്ട് 14 കോഴിനാണ് പിടിച്ച് കൊണ്ടുപോകുന്നത്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് വേണ്ട ഇത് പിടിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാൻ കഴിയില്ല. നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു കോഴീനെ പിടിക്കാൻ തന്നെ അതിൻ്റെ ബാക്കിൽ എത്ര പ്രാവശ്യം നടക്കേണ്ടി വരും. ഇന്ന് പിടിച്ചാൽ തന്നെ 2 കൈ കൊണ്ട് മുറുക്കി പിടിച്ചിട്ടല്ലേ നമ്മൾ കോഴിനെ കൊണ്ടുനടക്കുള്ളൂ. ഇവർ ഒരൊറ്റ കയ്യിന്മേൽ തന്നെ 7 കോഴിനെയാണ് ഇങ്ങനെ കൂർത്ത് വെക്കണം. സംഗതി കണ്ടിരിക്കാൻ പറ്റണില്ലേ? നമ്മളാരും പ്രതീക്ഷിക്കണില്ലല്ലോ ഇങ്ങനത്തെ ഒരു സംഗതി. ചിക്കൻ നമ്മളെ മുന്നിക്കിട്ട് വരുമ്പോൾ നമ്മളിത് എവിടെ നിന്നാണ് വരേണ്ടത്, എങ്ങനെ വരേണ്ടത്, എവിടെ നിന്ന് ഉണ്ടായതൊന്നും നമ്മൾ ആലോചിക്കണില്ലല്ലോ. മുന്നേക്ക് ഇങ്ങോട്ട് പൊരിച്ചാണ്ട് വെച്ചാൽ എല്ലാം അടിച്ച് പൊളിച്ചാണ്ട് തിന്നും. മാഷാ അല്ലാ, സംഗതി ഇതിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. ഏകദേശം 42 ദിവസമായിട്ട് ഇറ്റിങ്ങളുടെ ആയുസ്. ഇവർ കുട്ടികളെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം 42 ദിവസം തീറ്റ കൊടുത്താലാണ് ഈ വലുപ്പത്തിലെത്തൽ. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം കോഴിക്കോട് ടൗണിൽ തന്നെ എത്തിയ. ടൗണിൽ ഇപ്പോൾ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലുള്ള ഓരോ കടകളിലും സാധനം എത്തുന്നത് മനസ്സിലായില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓല് അറുത്ത് വെട്ടിയിട്ട് നമുക്ക് കിലോ കണക്കിനും നമ്മളെ ക്യാഷിനനുസരിച്ച് സാധനം. വൈകുന്നേരം ഈ മാർക്കറ്റിൽ നിന്ന് അതിന് ബോക്സ് എടുത്തിട്ട് വണ്ടി ഫില്ല് ചെയ്തിട്ട് വണ്ടിയിൽ ഫുള്ളാക്കിയിട്ട് നമ്മൾ പോയത്. അത് ഫസ്റ്റത്തെ ഷോട്ട് ഇവിടെ നിന്നായിരുന്നു. ഇപ്പോൾ അവസാനത്തെ ഷോട്ടും ഇവിടെ വെച്ചിട്ട് തന്നെ. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഫുള്ള് സാധനങ്ങൾ ഇറക്കി കഴിഞ്ഞാൽ സംഗതി ഏകദേശം മനസ്സിലായല്ലോ. നമ്മളെ വീട്ടിലേക്ക് അതല്ലെങ്കിൽ നമ്മളെ നാട്ടിലേക്ക് എങ്ങനെയാണ് ചിക്കൻ എത്തുന്നതെന്നും പിന്നെ നമ്മളെ നാട്ടിലെ കടകൾ ചിക്കൻ എങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് എത്തേണ്ടതെന്നും ഏകദേശം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരുപാട് ആളുകൾ കൈമാറിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഈ ചിക്കൻ എത്തേണ്ടത്. അതും പല നാട്ടിൽ നിന്ന് പല റേറ്റിന് വരുന്ന സംഗതികളാണ്.